ഹലോ, വെൽക്കം ടു ഫ്രാങ്ക്ലിൻ ലെക്ചേഴ്സ്. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഒരു പുതിയ ചാപ്റ്റർ. അപ്പോൾ നിങ്ങളെല്ലാവരും എക്സാമിൻ്റെ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അതുപോലെ തന്നെ നമ്മുടെ കോർ ഫീൽഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ കൈകാര്യം ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ പേരാണ് പവർ ഇലക്ട്രോണിക്സ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഓക്കെ അല്ലേ? നമുക്ക് എനർജി ആയിട്ട് ഉഷാറായിട്ടിരിക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് വേണം? നമ്മൾ ഇതിൻ്റെ സിലബസ് നോക്കാം, ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ നോക്കാം, പവർ ഇലക്ട്രോണിക്സിൻ്റെ ഇൻട്രൊഡക്ഷൻ. ഓക്കെ, നിങ്ങളുടെ സബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളെ കോഡ് നിങ്ങൾക്ക് അറിയുണ്ടാവും, WT306 ആണ് നിങ്ങളുടെ കോഡ്. യെസ്, ദെൻ നെയിം ഓഫ് ദ സബ്ജക്ട് പവർ ഇലക്ട്രോണിക്സ് അല്ലേ. പിന്നെ ഇതൊരു കോർ സബ്ജക്റ്റ് ആണ്. നമ്മുടെ പവർ സിസ്റ്റം പോലെ, ബേസിക് ഇലക്ട്രിക്കൽ പോലെ, അല്ലെങ്കിൽ മെഷീൻ ഡിസൈനിങ് പോലെ ഒരു കോർ സബ്ജക്റ്റ് ആണ് എന്ത്? പവർ ഇലക്ട്രോണിക്സ്. സോ PCC. ദെൻ ഇതിൻ്റെ ലെക്ചേഴ്സ് വീക്കിലി 3 hours, ട്യൂട്ടോറിയൽ 1 hour. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് 4. പിന്നെ നമുക്ക് ആവശ്യമുള്ള, നമ്മൾ പവർ ഇലക്ട്രോണിക്സ് പഠിക്കാൻ നമുക്ക് ബേസിക്കലായിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വേണം. അതായത് വോൾട്ടേജ് എന്താ, കറണ്ട് എന്താ, ഫ്രീക്വൻസി എന്താ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെന്താ വേണ്ടത്? അതേപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ദെൻ ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. പ്രധാനമായിട്ടും നിങ്ങൾക്കറിയാം, പവർ ഇലക്ട്രോണിക്സ് എന്ന പേര് തന്നെയുണ്ട് എന്താണ്? ഇലക്ട്രോണിക്സിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് പവർ ഇലക്ട്രോണിക്സ്. സോ അതിൻ്റെ എന്താ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്? ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൻ്റെ ബേസിക്സ് എന്താണോ നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം അത്രയാണ് അതിൻ്റെ കാര്യങ്ങൾ. ദെൻ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ടോട്ടൽ 150 മാർക്കിലാണ് നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഈ സബ്ജക്റ്റ് വരിക. അതിൽ നിങ്ങളുടെ 50 മാർക്ക് നിങ്ങളുടെ ഇൻറ്റേർണൽ മാർക്കാണ്. ഓക്കെ, നിങ്ങളുടെ ഇൻറ്റേർണൽ അസസ്മെൻറ്റ്, നിങ്ങളുടെ അറ്റൻഡൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത സ്ലൈഡിൽ നോക്കാം. പിന്നെ 100 മാർക്ക്, ഇതാണ് നമ്മുടെ സബ്ജക്റ്റിൻ്റെ മാർക്ക് അല്ലേ. 100 മാർക്കാണ് നമ്മുടെ സബ്ജക്റ്റിന് നമ്മുടെ എക്സാമിന് ചോദിക്കുക. അപ്പോൾ നമ്മുടെ എക്സാം എഴുതുന്നത് 3 hours-ലാണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും. അപ്പോൾ നമ്മൾ ബേസിക്കായിട്ട് പറഞ്ഞു പോകുന്നു. ഓക്കെ, സോ നമ്മൾ 50 മാർക്ക് ഇൻറ്റേർണൽ മാർക്കാണെന്ന് പറഞ്ഞു അല്ലേ. ആ 50 മാർക്കിൻ്റെ ഇൻറ്റേർണൽ മാർക്കിൻ്റെ സെഗ്രിഗേഷൻ ആണ് ഇതൊക്കെ. ഫസ്റ്റ് 10 മാർക്സ് നിങ്ങൾക്ക് അറ്റൻഡൻസിന്. അറ്റൻഡൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്കറിയാം. പിന്നെ നിങ്ങളുടെ ക്ലാസ്സിലുള്ള കാര്യങ്ങൾ, അതായത് റെഗുലർ വർക്ക്, നിങ്ങളുടെ ട്യൂട്ടോറിയൽ കാര്യങ്ങൾ, അസൈൻമെൻറ്റ്സ്, ഒരുപാട് അസൈൻമെൻറ്റ്സ് ഒക്കെ തരും സാറിന്. അപ്പോൾ അതൊക്കെ പ്രോപ്പറായിട്ട് വയ്ക്കുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾക്കാണ് 15 മാർക്ക്, അത്തരം കാര്യങ്ങൾക്ക്. ദെൻ കണ്ടിന്യൂസ് അസസ്മെൻറ്റ് ടെസ്റ്റ് അല്ലേ. അസസ്മെൻറ്റ് ടെസ്റ്റ് നമ്മൾ ഇൻറ്റേർണൽ എക്സാമിനേഷൻ ചെയ്യല്ലേ. ഇൻറ്റേർണൽ എക്സാമിനേഷൻ ഉണ്ടാവും നിങ്ങൾക്ക് ക്ലാസ്സിൽ. എല്ലാ വീക്കിലോ അല്ലെങ്കിൽ ഡെയിലി നിങ്ങൾക്ക് എക്സാമിനേഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ ബാക്കി 25 മാർക്സ് എന്തിനാണ്? നിങ്ങളുടെ എക്സാമിനേഷന് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ മാർക്കിലാണ്. സോ അപ്പോൾ ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ വെറുതെ എന്ത് കളയരുത്? 50 മാർക്ക് കളയരുത്. ഓക്കെ, സോ നമ്മുടെ എൻഡ് സെമസ്റ്റർ, ഇപ്പോൾ ലാസ്റ്റ് സെമസ്റ്ററിൽ ഇതിൽ കോമൺ ആയിട്ട് ചോദിക്കുന്ന രീതി എങ്ങനെയാണെന്നുള്ളത് നമ്മളിതിൽ നോക്കുന്നത്. അപ്പോൾ നമ്മൾ 2 പാർട്ടായിട്ടാണ് നമുക്ക് എക്സാം ചോദിക്കുക അല്ലേ. നമുക്ക് 5 മൊഡ്യൂളായിട്ടാണ് നമ്മൾ പവർ ഇലക്ട്രോണിക്സിൻ്റെ ക്ലാസ്സുകൾ ചെയ്യുന്നത് കേട്ടോ. പവർ ഇലക്ട്രോണിക്സിൻ്റെ ക്ലാസ്സുകൾ നമുക്ക് 5 മൊഡ്യൂളായിട്ടാണ്, 5 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ട് 5 മൊഡ്യൂളായിട്ടാണ് നമുക്ക് ഇതിൻ്റെ ക്ലാസ്സുകൾ വരിക. അപ്പോൾ ഇതിൻ്റെ പാർട്ട് എയിൽ എന്ത് വരും? 10 മാർക്കാണ്. ഓക്കെ, ഈ പാർട്ട് എയിൽ 10 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഓരോ മൊഡ്യൂളിൽ നിന്നും വരിക. ഓരോ മൊഡ്യൂളിനും 2 ക്വസ്റ്റ്യൻസ് വീതം. 5 മൊഡ്യൂളിൽ നിന്ന് 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക. ഓക്കെ, അപ്പോൾ ആ ഓരോ ക്വസ്റ്റിനും 3 മാർക്ക് വീതം. അപ്പോൾ 10 ക്വസ്റ്റിന് 30 മാർക്സ് ആണ് അതിന് വരിക. ഓക്കെ, ദെൻ പാർട്ട് ബിയിൽ
2 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതായത് ഒരു മൊഡ്യൂളിൽ നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻസ് വരും. പിന്നെ അതിന്റെ സെഗ്രിഗേഷൻ ഉണ്ടാവാം. അതിന്റെ പാർട്ട് വൈസ് ചിലപ്പോൾ ചോദിക്കാം, ചിലപ്പോൾ 2 മെയിൻ ക്വസ്റ്റ്യനാണ് ചോദിക്കാം. ഈ 2 മെയിൻ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒന്ന്. ഓക്കെ, അപ്പോൾ ടോട്ടൽ നമുക്ക് 5 മൊഡ്യൂളിലായിട്ട് മേ ബി 10 ക്വസ്റ്റ്യൻ ചോദിക്കാം. അതിൽ 5 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് എഴുതാം. ചിലപ്പോൾ അതിന്റെ സബ് പാർട്ടായിട്ടുണ്ടാവും. 8 മാർക്ക് 2 അല്ലെങ്കിൽ 8 മാർക്ക് അല്ലെങ്കിൽ 10 മാർക്ക് എന്നൊക്കെ രീതിയിൽ സെഗ്രിഗേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തിട്ട് എന്ത് പറയും ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ സെക്കൻഡ് പാർട്ടിൽ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ ആണ് എഴുതാന്നുള്ളതിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻ എഴുതാം. അതായത് പാർട്ട് 2 ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ 14 മാർക്കാണ് അതിന് വരിക. ടോട്ടൽ 100 മാർക്ക്, ബാക്കി 70 മാർക്ക് പാർട്ട് ബിയിലാണ് വരിക. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് അറിയുന്ന കാര്യമാണ്. നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു പോകുന്നുള്ളൂ. ഓക്കെ, ശരി. ഇനി നമുക്ക് സിലബസ് ഒന്ന് കവർ ചെയ്യാം കേട്ടോ. നമുക്ക് ഓരോരോ മൊഡ്യൂളിന്റെ സ്റ്റാർട്ടിങ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സിലബസ് പറയും. എങ്കിലും നമുക്ക് 5 മൊഡ്യൂൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 5 മൊഡ്യൂളിലായിട്ടാണ് നമ്മൾ ഈ ക്ലാസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ അല്ലേ, ഫസ്റ്റ് മൊഡ്യൂളിൽ എന്താണ് പറയുന്നത്? ഇൻട്രൊഡക്ഷൻ ഓഫ് ദ പവർ ഇലക്ട്രോണിക്സ്. ഇൻട്രൊഡക്ഷൻ ഓഫ് ദ പവർ ഇലക്ട്രോണിക്സ്. എന്താണ് പവർ ഇലക്ട്രോണിക്സ്, എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ സ്കോപ്പ് എന്തൊക്കെയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇൻട്രൊഡക്ഷനിൽ വരുന്നത്. കൂടാതെ പവർ ഇലക്ട്രോണിക്സ് വേഴ്സസ് സിഗ്നൽ ഇലക്ട്രോണിക്സിന്റെ ഒരു കമ്പാരിസണും കൂടി നമ്മൾ പറയും. അതായത് ബേസിക് ഇലക്ട്രോണിക്സും പവർ ഇലക്ട്രോണിക്സും തമ്മിലുള്ള കമ്പാരിസൺ എന്തൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്. ഫസ്റ്റ് മൊഡ്യൂളിന്റെ ഫസ്റ്റ് ടോപ്പിക്. ദെൻ സ്ട്രക്ചർ. അതിൽ ബാക്കി വരുന്ന ഭാഗങ്ങളാണ് ഓരോരോ സ്ട്രക്ചേഴ്സ്, പവർ ഡിവൈസുകൾ സ്ട്രക്ചേഴ്സ് വരും. അതിൽ നമ്മൾ പവർ ഡയോഡ് പഠിക്കണം, പവർ മോസ്ഫെറ്റ് പഠിക്കണം, IGBT, പിന്നെ ഇതിൻ്റെയൊക്കെ സ്വിച്ചിങ് ക്യാരക്ടറിസ്റ്റിക്സും അതുപോലെ തന്നെ കമ്പാരിസണും പഠിക്കണം. ഈ ഓരോരോ പവർ മോസ്ഫെറ്റ് ആണെങ്കിൽ പവർ മോസ്ഫെറ്റ്, IGBT, ഇതിൻ്റെയൊക്കെ സ്വിച്ചിങ് ക്യാരക്ടറിസ്റ്റിക്സ്, അതേപോലെ ഇതിൻ്റെ കമ്പാരിസൺ പഠിക്കണം. ദെൻ അതിൽ വരുന്ന അടുത്തൊരു പോയിന്റാണ് വൈഡ് ഗ്യാപ്പ് ഡിവൈസുകളെ കുറിച്ച് പഠിക്കണം അല്ലേ. സിലിക്കൺ കാർബൈഡ്, ഗാലിയം നൈട്രൈഡ് പോലെയുള്ള വൈഡ് ബാൻഡ് ഡിവൈസുകളെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടത് അതിൽ. അടുത്തത് പിന്നെ മെയിനായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതിൽ SCR, സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ. എന്താണ് SCR? സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കും, ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കും കേട്ടോ. അപ്പോൾ അതിൽ SCRൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ, എന്തൊരു മൊഡ്യൂളും പഠിക്കുമ്പോൾ അതിൻ്റെ എന്തൊക്കെ പഠിക്കും, നമ്മൾ അതിൻ്റെ സ്ട്രക്ചേഴ്സ് പഠിക്കും, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, അതിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ സ്വഭാവങ്ങൾ, എങ്ങനെയൊക്കെയാണ് സ്വിച്ച് ഓൺ ചെയ്യുക, സ്വിച്ച് ഓഫ്, സ്വിച്ചിങ് ഫംഗ്ഷൻസ്. അതായത് ഒരു മൊഡ്യൂളാണ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഡിവൈസ് ആണ്, അത് സ്വിച്ച് ഓൺ ചെയ്യണം, സ്വിച്ച് ഓഫ് ചെയ്യണം അല്ലേ. അപ്പോൾ അത് ഏതൊക്കെ രീതിയിൽ സ്വിച്ച് ഓൺ ചെയ്യും, സ്വിച്ച് ഓഫ് ചെയ്യും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കും. പിന്നെന്താണ് SCR 2 ട്രാൻസിസ്റ്റർ അനലോഗി, 2 SCR വെച്ചിട്ടുള്ള അനലോഗി, അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കും. അവസാനമായിട്ട് ആ മൊഡ്യൂളിൽ നമ്മൾ നോക്കുന്നത് ഗേറ്റ് ട്രിഗറിംഗ് സർക്യൂട്ട്സ് ആണ്. അപ്പോൾ ഗേറ്റ് ട്രിഗറിംഗ് സർക്യൂട്ട്സ്, അതിൻ്റെ റിക്വയർമെൻറ്റ്സ് ഓഫ് ഐസൊലേഷൻ ആൻഡ് സിംഗറൈസേഷൻ, ഗേറ്റ് ഡ്രൈവ്സ്, ഒപ്റ്റോ ആൻഡ് പൾസ് ട്രാൻസ്ഫോർമേഷൻ, ബേസിൽ ഐസൊലേഷൻ ഒക്കെ ഗേറ്റ് ട്രിഗറിംഗ് സർക്യൂട്ടിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ആ മൊഡ്യൂളിൽ പറയും. അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ നിങ്ങൾ പഠിക്കാനുള്ളത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊഡ്യൂളാണ്. ഇതിൽ SCRൻ്റെ കാര്യങ്ങളൊക്കെ എക്സാമിന് സാധാരണ ചോദിച്ച് കാണാറുള്ളതാണ്. പവർ ഡയോഡിനെ കുറിച്ച് ചോദിക്കാറുണ്ട്, പിന്നെ പവർ മോസ്ഫെറ്റ്, IGBT പോലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ എക്സാമിന് വരാറുണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മളിപ്പോൾ സിലബസിനെ പറ്റി പറയുന്നുള്ളൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ് മൊഡ്യൂൾ 2 അല്ലേ, സെക്കൻഡ് ചാപ്റ്റർ എന്നൊക്കെ പറയാം, മൊഡ്യൂൾ 2. ഓക്കെ, ഫൈൻ. ഇതിൽ നമ്മൾ പറയുന്നത് കൺട്രോൾഡ് റെക്ടിഫയേഴ്സിനെ കുറിച്ചാണ് അല്ലേ. ഹാഫ് വേവ്, അതിൽ ഹാഫ് വേവ് വരുന്നുണ്ട്, ഹാഫ് വേവ് വരുന്നുണ്ട്, ഫുൾ വേവ്. ഇതിൽ ഹാഫ് വേവ് തന്നെ വിത്ത് R ലോഡ്, RL ലോഡ്, RLE ലോഡ് വെച്ചിട്ടുള്ള എന്താണ് ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ദെൻ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇക്വേഷൻ, അതായത് ഈ ബ്രിഡ്ജ് പിന്നെ റെക്ടിഫയേഴ്സിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇക്വേഷൻ റിലേറ്റഡ് സിമ്പിൾ പ്രോബ്ലംസ്, ഇതിൽ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ വരും. അതൊക്കെ ഈ RLE ലോഡൊക്കെ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ചെറിയ ചെറിയ പ്രോബ്ലംസേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്യാനുണ്ടാവും. ദെൻ അടുത്ത 3 ഫേസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് ടോപ്പിക്ക് നമ്മൾ
സിംഗിൾ ഫേസ് ആണ്. കൺട്രോൾ റെക്ടിഫയേഴ്സിന്റെ സിംഗിൾ ഫേസ് കൺട്രോൾ റെക്ടിഫയേഴ്സിന്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി 3 ഫേസ് ദ സെയിം. അതിന്റെ ആർ റോഡ്, ഫുള്ളി കൺട്രോൾഡ്, ഹാഫ് കൺട്രോൾഡ് ബ്രിഡ്ജുകൾ, കൺവേർട്ട് വിത്ത് RLE ലോഡ്, പിന്നെ കണ്ടിന്യൂസ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇക്വേഷൻ, വേവ് ഫോം ഓഫ് വേരിയസ് ട്രിഗറിങ് ആംഗിൾസ്. അതായത് ഇപ്പം നമ്മൾ കൺട്രോൾ റെക്ടിഫയേഴ്സിന്റെ സിംഗിൾ ഫേസ് ഉള്ള ഹാഫ് വേവ് കൺട്രോൾ റെക്ടിഫയേഴ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ പോലെ തന്നെ 3 ഫേസിലുള്ള കൺട്രോൾ റെക്ടിഫയേഴ്സിന്റെ കാര്യങ്ങൾ, അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ആർ ലോഡ്, RLE ലോഡുള്ള കൺട്രോളുകൾ, അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്, റെക്ടിഫയേഴ്സിനെ കുറിച്ചാണ് കൂടുതലായിട്ട് സെക്കൻഡ് മൊഡ്യൂൾ. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നോക്കുമ്പോൾ വളരെ സിമ്പിളാണ്. നമ്മൾ പവർ ഇലക്ട്രോണിക്സിൽ പ്രധാനമായിട്ടും പറയുമ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ എന്താ നേരത്തെ പറഞ്ഞു, ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്താണ് പവർ ഇലക്ട്രോണിക്സ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. പിന്നെ അതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് എക്യുപ്മെന്റ്സ്. പവർ ഇലക്ട്രോണിക്സ് ബേസിക്കലി സ്വിച്ചിങ് എക്യുപ്മെന്റ്സുകളാണ് അല്ലേ, നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമ്മളെ ഇൻഡസ്ട്രിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കൂടുതലും സ്വിച്ചിങ് എക്യുപ്മെന്റുകളാണ് ഓൺ ഓഫ് ഫംഗ്ഷന് അല്ലെങ്കിൽ കൺവേർട്ട് ഫംഗ്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് എക്യുപ്മെന്റുകളാണ് അതിൽ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ അതിന്റെ ബേസിക് കാര്യങ്ങൾ പറഞ്ഞു. സെക്കൻഡ് മൊഡ്യൂളിൽ ഇനി അതിന്റെ ഓരോരോ പാർട്ടുകളായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ സിംഗിൾ ഫേസ് കൺട്രോൾ റെക്ടിഫയേഴ്സിന്റെ 3 ഫേസ് റെക്ടിഫയേഴ്സിന്റെ കാര്യങ്ങൾ പറഞ്ഞു. മൂന്നാമത്തെ മൊഡ്യൂളിൽ, തേർഡ് മൊഡ്യൂളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് AC വോൾട്ടേജ് കൺട്രോൾസ് ആണ്. AC വോൾട്ടേജ് കൺട്രോളേഴ്സ്. അതിൽ സിംഗിൾ ഫേസ് ഫുൾ വേവ് AC വോൾട്ടേജ് കൺട്രോൾ വിത്ത് R ആൻഡ് RL ലോഡ് വേവ് ഫോം, അതിന്റെ വേവ് ഫോമുകൾ, അതിന്റെ RMS ഔട്ട്പുട്ട് വോൾട്ടേജ്, ഇൻപുട്ട് പവർ ഫാക്ടർ വിത്ത് RL ലോഡ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ മൊഡ്യൂൾ 3 ഫസ്റ്റ് ടോപ്പിക് ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, ദെൻ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് വന്നു, ഇൻവേർട്ടേഴ്സ് അല്ലേ. നിങ്ങളുടെ വീട്ടിലൊക്കെ ഇൻവേർട്ടർ ഉണ്ടാവും. അപ്പോൾ ഈ മൊഡ്യൂൾ എടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക, എന്നിട്ട് നോക്കുക വീട്ടിൽ ഒരാഴ്ച നോക്കി അത് കേടാക്കരുതേ. നിങ്ങൾ അതിന്റെ ബേസിക് ഫംഗ്ഷൻ പഠിക്കുക. നമ്മൾ വീട്ടിൽ ഇത്തരം ഉപകരണങ്ങൾ, ഈ പവർ ഇലക്ട്രോണിക്സിന്റെ കാര്യം പറയുമ്പോഴേ ഏറ്റവും കൂടുതൽ അപ്ലിക്കേഷൻസ് നമ്മുടെ ചുറ്റുപാടുണ്ട്. ഒരുപാട് അപ്ലിക്കേഷൻസ് പവർ ഇലക്ട്രോണിക്സിന്. നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ കാര്യത്തിലും പവർ ഇലക്ട്രോണിക്സിന്റെ അപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. ഡീറ്റെയിൽ ആയി പറയാം. അപ്പോൾ നിങ്ങൾ ഓരോരോ കാര്യം പഠിക്കുമ്പോഴും അത് നിങ്ങൾ അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ അതിനായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കണം. നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ, നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് കൂടുതൽ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കുക. ഇത് ബേസിക്കലി പവർ ഇലക്ട്രോണിക്സ് ഒരു വാസ്റ്റ് സിലബസ് ആണ്. നിങ്ങൾക്കറിയാം, ബിടെക് കഴിഞ്ഞ് ഇപ്പോൾ എംടെക്കിലേക്കൊക്കെ പോകാൻ അല്ലെങ്കിൽ അതിനെപ്പറ്റി പ്ലാൻ ചെയ്യുന്നവർ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരോട് നിങ്ങൾക്ക് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് എംടെക്കിന്റെ ഒരു സ്ട്രീമാണ് പവർ ഇലക്ട്രോണിക്സ് ആൻഡ് ഡ്രൈവ്സ്. സോ ഒരു വാസ്റ്റ് സിലബസ് ആണ്, നമുക്കത് സിമ്പിൾ ആയിട്ട് പഠിക്കാനുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞു, തേർഡ് മൊഡ്യൂളിൽ നമ്മൾ സെക്കൻഡ് പോയിന്റ് ആയിട്ട് നമ്മൾ പറയുന്ന ഇൻവേർട്ടേഴ്സ് ആണ്. അതിന്റെ പല ടൈപ്പ് ഇൻവേർട്ടേഴ്സ് ഉണ്ട്. ഓക്കെ, സിംഗിൾ ഫേസ് ഹാഫ് ബ്രിഡ്ജ് ഇൻവേർട്ടേഴ്സ് ഉണ്ട്, ഫുൾ ബ്രിഡ്ജ് ഇൻവേർട്ടേഴ്സ് വിത്ത് RL ലോഡ്, പിന്നെ അതിന്റെ THD ഔട്ട്പുട്ട് വോൾട്ടേജ്, അതിന്റെ 3 ഫേസ് ബ്രിഡ്ജ് ഇൻവേർട്ടർ വിത്ത് R ലോഡ്, പിന്നെ 120 ഡിഗ്രി 180 ഡിഗ്രി കണ്ടക്ഷൻ മോഡ്, അതിന്റെ കറന്റ് സോഴ്സ് ഇൻവേർട്ടേഴ്സ്, സിംഗിൾ ഫേസ് കപ്പാസിറ്റർ കമ്മ്യൂട്ടർ CC, അങ്ങനത്തെ ഇൻവേർട്ടേഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പോയിന്റിൽ അല്ലെങ്കിൽ തേർഡ് മൊഡ്യൂളിൽ സെക്കൻഡ് പാർട്ടായിട്ട് നമ്മൾ പറയുന്നത്. അതിന്റെ ബാക്കി അതിന്റെ വോൾട്ടേജ് കൺട്രോൾ അല്ലെ, വോൾട്ടേജ് കൺട്രോൾ കാര്യങ്ങൾ, പൾസ് വിഡ്ത്ത് മോഡുലേഷൻ, സിംഗിൾ പൾസ് വിഡ്ത്ത്, മൾട്ടി പൾസ് വിഡ്ത്ത്, അതിന്റെ സൈൻ ട്രയാങ്കിൾ, യൂണിപോളാർ ബൈപോളാർ മോഡുലേഷൻ ഒക്കെ നിങ്ങൾ ബേസിക് ഇലക്ട്രോണിക്സിൽ നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പൾസ് വിഡ്ത്ത് മോഡുലേഷൻ ഒക്കെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും. അനലോഗ് ഇലക്ട്രോണിക്സിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതിന്റെ കാര്യങ്ങൾ വെച്ചിട്ടുള്ള അതിന്റെ മോഡുലേഷൻ ഇൻഡെക്സ്, ഫ്രീക്വൻസി, മോഡുലേഷൻ റേഷ്യോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് എന്ത് പറയുന്നത് ഈ മൊഡ്യൂൾ 3 നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം നിങ്ങൾ ജസ്റ്റ് നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത്, മൊഡ്യൂളുകൾ നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട് സിലബസിൽ എന്നുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് കേട്ടോ. നമ്മളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിക്കുക, എല്ലാ ഡീറ്റെയിലും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിലും നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ. ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ദെൻ മൊഡ്യൂൾ 4. ഓക്കെ, മൊഡ്യൂൾ 4 നമ്മൾ DC to DC കൺവേർട്ടേഴ്സ് അല്ലേ, DC to DC കൺവേർട്ടേഴ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. മറ്റൊരു ഇലക്ട്രോണിക്സ് ഡിവൈസ് അല്ലെ, ഇൻവേർട്ടേഴ്സ് പോലെ തന്നെ DC to DC കൺവേർട്ടർ അല്ലേ. അതിൻ്റെ ഡിഫറെൻറ്റ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ നമ്മൾ DC to DC കൺവേർട്ടേഴ്സിനെ നമ്മൾ
ചോപ്പേഴ്സ് എന്നാണ് പൊതുവെ പറയാം. അപ്പൊ എന്താ DC to DC കൺവേർട്ടേഴ്സിന്റെ കാര്യങ്ങൾ എങ്ങനെയാ? അപ്പൊ എന്തിനാ DC to DC കൺവേർട്ട് ചെയ്യുന്നത്? അതിന്റെ സിഗ്നൽസ് ബൂസ്റ്റ് ചെയ്യുക, സിഗ്നൽസിന്റെ വാല്യൂ കൂട്ടുക, കുറയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ എക്യുപ്മെന്റിൽ ഇതൊക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഈ കാര്യങ്ങളൊക്കെ നമ്മളുടെ ഏതെങ്കിലും ഒരു എക്യുപ്മെന്റ് വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ, അതിന്റെ എഫിഷ്യൻസി 100% നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, അല്ലെ? അപ്പോൾ അത് ഏതൊക്കെ രീതിയിൽ നമുക്ക് ഉപയോഗപ്രദമാവും ആ രീതിയിലൊക്കെ എന്ത് ചെയ്യണം? ഈ സാധനങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കണം. അപ്പൊ അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ആണ്. ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. നിങ്ങൾ കൂടുതൽ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഈ ചോപ്പേഴ്സിൽ. സ്റ്റെപ്പ് ഡൗൺ ആണ് സ്റ്റെപ്പ് അപ്പ് ചോപ്പേഴ്സിനെ പറ്റി പഠിക്കും നമ്മൾ. അതിന്റെ സിംഗിൾ ക്വാഡ്രന്റ്, 2 ക്വാഡ്രന്റ്, 4 ക്വാഡ്രന്റ് ചോപ്പേഴ്സിനെ പറ്റി പഠിക്കും. അതിന്റെ പൾസ് വിഡ്ത്ത് മോഡുലേഷനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ. കറന്റ് ലിമിറ്റ് കൺട്രോൾ ഇൻ DC to DC കൺവേർട്ടേഴ്സ്, അതിനെ കുറിച്ച് പഠിക്കും. ഓക്കെ. അതായത് DC to DC കൺവേർട്ടേഴ്സിന്റെ കറന്റ് ലിമിറ്റ് കൺട്രോൾ എങ്ങനെയൊക്കെയാണ്? നമ്മൾ വോൾട്ടേജ്, കറന്റ് എല്ലാം അത് വെച്ചിട്ടാണല്ലോ. അപ്പൊ അതിന്റെ ലിമിറ്റ് ഫാക്ടേഴ്സ്, അതെങ്ങനെ ലിമിറ്റ് ചെയ്തിട്ട് എങ്ങനെ അതിന്റെ പൾസ് വിഡ്ത്ത് കൂട്ടാം, അല്ലെങ്കിൽ പൾസ് ആംപ്ലിറ്റ്യൂഡ് എങ്ങനെ വർദ്ധിപ്പിക്കാം, അല്ലെങ്കിൽ അതിന്റെ എന്താ പറയാ DCന്റെ നമ്മളെ ഔട്ട്പുട്ട് ഏതൊക്കെ രീതിയിൽ കൺട്രോൾ ചെയ്യാം. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഈ മൊഡ്യൂൾ 4 ഫസ്റ്റ് ടോപ്പിക് ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ. ദെൻ അതിന്റെ അടുത്ത ഭാഗമായിട്ട് വരുന്നത് സ്വിച്ചിങ് റെഗുലേറ്റേഴ്സ് ആണ്. സ്വിച്ചിങ് റെഗുലേറ്റേഴ്സിൽ ഏതാണ്? ബക്ക് ബൂസ്റ്റ് കൺവേർട്ടേഴ്സ്, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അതിൽ പഠിക്കുന്നത്. ബക്ക് ബൂസ്റ്റ് ചെയ്യുക, അല്ലേ? അതിന്റെ സിഗ്നൽസ് ബൂസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെയാണ് ബക്ക് ബൂസ്റ്റ് ആൻഡ് ബക്ക് ബൂസ്റ്റ് കമ്പൈൻ ചെയ്തിട്ടുള്ള. ഫസ്റ്റ് ബക്ക് പഠിക്കും നമ്മൾ, പിന്നെ ബൂസ്റ്റ് പഠിക്കും, പിന്നെ രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ബക്ക് ബൂസ്റ്റ് ഓപ്പറേഷൻ. അതിന്റെ എന്താണ്? ഓപ്പറേഷൻ വിത്ത് കണ്ടിന്യൂസ് കണ്ടക്ഷൻ മോഡ്, അല്ലേ? അതിനെക്കുറിച്ച് പഠിക്കും. നെക്സ്റ്റ് അതിന്റെ വേവ് ഫോം പഠിക്കും. ദെൻ ഡിസൈൻ ഓഫ് പവർ സർക്യൂട്ട്സ്. എങ്ങനെയാണ് ഈ ബക്ക് ബൂസ്റ്റ് ആൻഡ് ബക്ക് ബൂസ്റ്റിന്റെ പവർ സർക്യൂട്ട് നമ്മൾ ഡിസൈൻ ചെയ്യും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ആ സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിന്റെ സിലബസ് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു. ഓക്കെ. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് ഈ പവർ സർക്യൂട്ട് ഡിസൈനിൽ നമ്മൾ ഉൾപ്പെടുന്ന സ്വിച്ച് സെലക്ഷൻ, അതിന്റെ ഫിൽട്ടർ, അതിന്റെ ഇൻഡക്റ്റൻസ് ആൻഡ് കപ്പാസിറ്റൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ ആഡ് ആവും. പിന്നെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കും കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് മൊഡ്യൂൾ 4 പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് മൊഡ്യൂൾ 4 ചോപ്പേഴ്സിനെ കുറിച്ചാണ് നമ്മൾ മൊഡ്യൂൾ 4 പറയുന്നത്. അതേപോലെ തന്നെ ബക്ക് ബൂസ്റ്റ് കൺവേർട്ടേഴ്സ്. ഓക്കെ അല്ലേ? ശ്രദ്ധിക്കണം കേട്ടോ. ദെൻ അവസാനത്തെ മൊഡ്യൂൾ. അപ്പൊ ഇത്ര നേരം നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? പവർ ഇലക്ട്രോണിക്സിലുള്ള ഡിഫറെന്റ് ഡ്രൈവ്സിനെ കുറിച്ചിട്ടാണ്. ഫസ്റ്റ് ചാപ്റ്ററിൽ ബേസിക് എന്താണ് പവർ ഇലക്ട്രോണിക്സ്, എന്തിനാണ് പവർ ഇലക്ട്രോണിക്സ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ പവർ ഇലക്ട്രോണിക്സ് ഡ്രൈവുകൾ അല്ലെങ്കിൽ പവർ ഇലക്ട്രോണിക് എക്യുപ്മെന്റുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്, എന്തൊക്കെയാണ് അതിന്റെ ആപ്ലിക്കേഷൻസ്, ബേസിക് ഇലക്ട്രോണിക്സ്, സിഗ്നൽ ഇലക്ട്രോണിക്സും പവർ ഇലക്ട്രോണിക്സും തമ്മിലുള്ള കമ്പാരിസൺ എന്താണ്, പിന്നെ ബേസിക് ആയിട്ടുള്ള സ്വിച്ചിങ് ക്യാരക്ടറിസ്റ്റിക്സിന്റെ ഫസ്റ്റ് ബേസ് പവർ ഡയോഡ് മുതൽ പവർ മോസ്ഫെറ്റ്, IGBT, SCR, അങ്ങനത്തെ കാര്യങ്ങൾ. അതാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞത്, അല്ലേ? സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ അതിന്റെ ഓരോരോ ടൈപ്പ് ആയിട്ട് പറയുന്നു, അല്ലേ? സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ എന്താ പറയാ റെക്ടിഫയേഴ്സിനെ കുറിച്ച് പറഞ്ഞു, അല്ലേ? റെക്ടിഫയേഴ്സ്, റെക്ടിഫയേഴ്സിന് വേറെ കൺവേർട്ടേഴ്സ് ആണ്, അല്ലേ? പല ടൈപ്പ് റെക്ടിഫയേഴ്സ്, സിംഗിൾ ഫേസ്, അതേപോലെ 3 ഫേസ് റെക്ടിഫയേഴ്സിന്റെ ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സ്, അതിന്റെ വർക്കിംഗ്, അതിന്റെ RL, RLE ലോഡ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. മൂന്നാമത്തെ മൊഡ്യൂളിലോ AC വോൾട്ടേജ് കൺട്രോളറിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അതിന്റെ സിംഗിൾ ഫേസ്, 3 ഫേസ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതായത് AC വോൾട്ടേജ് കൺവേർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഇൻവേർട്ടേഴ്സ്, നമ്മുടെ വീട്ടിലുള്ള ഇൻവേർട്ടേഴ്സ്. അതിന്റെ ഇൻവേർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻവേർട്ട് ചെയ്യുക, അതായത് AC-നെ DC ആയിട്ട് കൺവേർട്ട് ചെയ്യുക, അല്ലേ? അതാണ് ഇൻവേർട്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. നമ്മുടെ വീട്ടിലൊക്കെ എങ്ങനെയല്ല, നമുക്ക് നമ്മളെ ബാറ്ററി ചാർജ് ചെയ്യണമെങ്കിൽ നമുക്ക് AC സപ്ലൈ പറ്റില്ലല്ലോ, അല്ലേ? DC-യിലെ ബാറ്ററി ചാർജ് ആവുള്ളൂ, അല്ലേ? ഇലക്ട്രോ കെമിക്കൽ ഇക്വേഷനൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇലക്ട്രിക് ഇക്വലന്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, അല്ലേ? ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ് ഇവിടെ നടക്കുക, അല്ലേ? അപ്പോൾ അത് നടക്കണമെങ്കിൽ ഡയറക്റ്റ് കറണ്ട് DC ചാർജ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻവേർട്ടേഴ്സ് ഉപയോഗിക്കും. അപ്പോൾ അതിനെക്കുറിച്ചാണ് മൊഡ്യൂൾ 3 പറയുന്നത്. ഫോർത്ത് മൊഡ്യൂളിൽ നമ്മൾ എന്താ പറയുന്നത്? DC to DC കൺവേർട്ടേഴ്സ്, അതായത് ചോപ്പേഴ്സിനെ കുറിച്ച് പറയുന്നു, അല്ലേ? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചോപ്പേഴ്സ്. പിന്നെ ബക്ക് ബൂസ്റ്റ് കൺവേർട്ടേഴ്സ്, അതിന്റെ ഓപ്പറേഷൻ, ബക്ക്
ബൂസ്റ്റ് കൺവേർട്ടേഴ്സ് അതിൻ്റെ ഓപ്പറേഷൻ അത് വെച്ചിട്ടുള്ള എന്താ പറയുക അതിൻ്റെ പവർ സർക്യൂട്ട് ഡിസൈൻ ചെയ്യും. സോ ഇത്രയാണ് ചാപ്റ്റർ 4. അപ്പൊ ഇത്രയും നമ്മൾ ഡിവൈസുകളെ കുറിച്ച് പഠിച്ചു. ഇനി ഈ ഡിവൈസുകൾ ഉപയോഗിച്ചിട്ടുള്ള ഡ്രൈവ്സ് അതാണ് അവസാന ചാപ്റ്റർ. അത് ടൈപ്പ് ഡ്രൈവുകളിൽ നമ്മൾ ഇത്തരം ഡിവൈസുകൾ ഈ ഡിവൈസുകളൊക്കെ ഒരു എക്യുപ്മെന്റിൽ ഉപയോഗിച്ച് അതിന്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത് അല്ലേ. അപ്പൊ അത് ഒരു ഏതൊക്കെ ഈ പറയുന്ന എക്യുപ്മെന്റ്സ് ഒക്കെ ഏതൊക്കെ ഡ്രൈവിൽ ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചാണ് അവസാനത്തെ ചാപ്റ്ററിൽ നമ്മൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത്. മൊഡ്യൂൾ 5 ഇലക്ട്രിക് ഡ്രൈവ്സ് എന്തൊക്കെ അതിന്റെ ബേസ് ഫസ്റ്റ് നിങ്ങൾ നോക്കൂ. ഇലക്ട്രിക് ഡ്രൈവ്സിൽ നോക്കൂ, ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക് ഡ്രൈവ്സ്, എന്തൊക്കെയാണ് ഇലക്ട്രിക് ഡ്രൈവ്സ്, ഏതൊക്കെയാണ് ഇലക്ട്രിക് ഡ്രൈവ്സ്, അതിന്റെ ബ്ലോക്ക് ഡയഗ്രാം അതിനെ പറ്റി നമ്മൾ പറയും. അഡ്വാൻറ്റേജസ് ഓഫ് ഇലക്ട്രിക് ഡ്രൈവ്സ്, എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് ആ ഇലക്ട്രിക് ഡ്രൈവ്സിന്റെ അതായത് പവർ ഇലക്ട്രോണിക് ഡ്രൈവ്സ് ഉപയോഗിച്ച് അതിന്റെ അഡ്വാൻറ്റേജസ് എന്താണ് മറ്റു ഡ്രൈവ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ, ഏതൊക്കെ ടൈപ്പ് ലോഡുകളാണ് അതിൽ അപ്ലൈ ചെയ്യുന്നത്, പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ലോഡ് ആൻഡ് ടോർക്ക്. ഇതിൻ്റെയൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇലക്ട്രിക് ഡ്രൈവ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അതിന്റെ വർക്കിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെയാണ് ഇതിന്റെ പറയുന്നത്. അടുത്ത ടോപ്പിക് ആയിട്ട് പറയുന്നത് അതേപോലെ തന്നെ ഡി സി ഡ്രൈവ്സിൽ സിംഗിൾ ഫേസ് സെമി കൺവേർട്ടർ ആൻഡ് സിംഗിൾ ഫേസ് ഫുള്ളി കൺട്രോൾഡ് കൺവേർട്ടർ ഡിവൈസ്. അപ്പൊ നമ്മളെ ബേസിക് ആയിട്ട് ഡിവൈസുകൾ നമ്മളെ സിലബസിലേക്ക് അല്ലെങ്കിൽ നമ്മളെ ടോപ്പിക്കിലേക്ക് വരുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയട്ടോ. എന്നാലും ഞാൻ ബേസിക് ആയിട്ട് പറയാം. നമുക്ക് പ്രധാനമായിട്ടും ഈ പവർ ഇലക്ട്രോണിക് ഡിവൈസുകൾ സ്വിച്ചിങ് ഡിവൈസ് ആണെന്ന് പറഞ്ഞു അല്ലെ. അതിന്റെ 3 രീതിയിലാണ് നമ്മൾ അതിന്റെ ഓപ്പറേഷൻ നമ്മൾ എടുക്കില്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് അതിന്റെ ഈ ഇത്രയും ഡിവൈസുകൾ നമ്മൾ എന്തിനാ നിർമ്മിച്ചിരിക്കുന്നത്, ഇതിന്റെ ഓരോ പോരായ്മകൾ കൊണ്ടും ഇല്ലെങ്കിൽ വ്യത്യസ്തമായ ആപ്ലിക്കേഷനുകൾ കൊണ്ടുമാണ് ഇത്രയും ഡിവൈസുകൾ നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും അത് ഏതിന്റെ രീതിയിലാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത് പറഞ്ഞു. ബേസിക് ആയിട്ടുള്ള നമ്മൾ കണ്ടുപിടിച്ചുള്ള ഡയോഡുകളൊന്നും നമുക്ക് കൺട്രോളേ ചെയ്യാൻ പറ്റില്ല. അത് അതിന് ഇഷ്ടത്തിന് വർക്ക് ചെയ്യും അല്ലേ. ബേസിക് ഡയോഡ്, ഇഞ്ചക്ഷൻ ഡയോഡ്, അത് ഓൺ ആവുന്നതും ഓഫ് ആവുന്നതും പ്രത്യേക ഇൻസ്റ്റന്റിലാവും അല്ലേ. ഒരു പ്രത്യേക ഇൻസ്റ്റന്റ് വാല്യൂലാണ് അത് ഓൺ ആവുക ഓഫ് ആവുക. പക്ഷെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല അല്ലേ. രണ്ടാമത്താണ് ബേസിക് റെക്ടിഫയേഴ്സ്. SCR, പിന്നെ ട്രാക്ക് ഡാക്ക് പോലെയുള്ള റെക്ടിഫയേഴ്സ്. SCR അല്ലേ, തൈറസ്റ്റർ ഫാമിലി. അപ്പൊ ആ തൈറസ്റ്റർ ഫാമിലി എന്താ പറ്റുക അതിൽ നമുക്ക് അതിന്റെ ഓൺ ഫംഗ്ഷൻ ഇല്ലെങ്കിൽ അത് ഓൺ ചെയ്യുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാം. അപ്പൊ ആദ്യത്തേതിൽ ഓണും ഓഫും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയി എന്തായി ഓൺ ഫംഗ്ഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. മൂന്നാമത്തത് ഫുള്ളി കൺട്രോൾഡ് ഡിവൈസുകൾ. അതാണ് ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം അല്ലെ. മോസ്ഫെറ്റ് പോലെയുള്ള IGBT അതേപോലെയുള്ള കാര്യങ്ങളെല്ലാം എന്താണ്, പിന്നെ കൺവേർട്ടേഴ്സ്, AC to AC കൺവേർട്ടേഴ്സ്, AC to DC കൺവേർട്ടേഴ്സ്, DC to DC കൺവേർട്ടേഴ്സ്, ഇതെല്ലാം ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യില്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്നാലേ നമുക്ക് നമ്മുടെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിനുള്ള അപ്ലിക്കേഷൻസിനൊക്കെ അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഇതിൽ പറയുന്നത്. ഫുള്ളി കൺട്രോൾഡ് കൺവേർട്ടേഴ്സ്, ഡ്യുവൽ കൺവേർട്ടേഴ്സ്, സ്പീഡ് കൺട്രോൾ ഓഫ് DC മോട്ടോ, സിംഗിൾ ഫേസ്. ഇതൊക്കെ എന്താ പറയുന്നത് വെച്ചാൽ നമ്മളെ ഈ ഡ്രൈവുകൾ പവർ ഇലക്ട്രോണിക്സ് ഡ്രൈവുകൾ നമ്മൾ ഒരുപാട് മെഷീനറികളിൽ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബേസിക് ഫസ്റ്റ് ടോപ്പിക്കിൽ നമ്മൾ പവർ ഇലക്ട്രോണിക്സിന്റെ ബേസിക് പറയുമ്പോൾ നമ്മളൊക്കെ പറയും കേട്ടോ. എന്താണ് പവർ ഇലക്ട്രോണിക്സ്, എങ്ങനെയാണ് അതിന്റെ വർക്കിംഗ്, എവിടേക്കാണ് അത് അതിന്റെ ആപ്ലിക്കേഷൻ വരുന്നതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിക്കും കേട്ടോ. അപ്പൊ ഇതാണ് ഫിഫ്ത്ത് മൊഡ്യൂളിൽ ഈ പോയിന്റിൽ നമ്മൾ സംസാരിക്കുന്നത് സ്പീഡ് കൺട്രോൾ ഓഫ് DC മോട്ടോർ, സിംഗിൾ ഫേസ് ആൻഡ് 3 ഫേസ് കോൺഫിഗറേഷൻ. അതിന്റെ കോൺഫിഗറേഷൻസ് കേട്ടോ. ഡ്യുവൽ കൺവേർട്ടേഴ്സ് ഫോർ സ്പീഡ് കൺട്രോൾ, അതായത് DC മോട്ടോഴ്സ് സിംഗിൾ ഫേസിന് 3 ഫേസിന് DC മോട്ടോഴ്സ് ഡ്യുവൽ കൺവേർട്ടേഴ്സ് വെച്ചിട്ട് ഇങ്ങനെയാണ് കോൺഫിഗർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ സൈമൾട്ടേനിയസ് ആൻഡ് നോൺ സൈമൾട്ടേനിയസ് ഓപ്പറേഷൻ അല്ലേ. ഇതിന്റെ ഡ്രൈവ്സിന്റെ സൈമൾട്ടേനിയസ് ആൻഡ് നോൺ സൈമൾട്ടേനിയസ് ഓപ്പറേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ ചോപ്പർ കൺട്രോൾഡ് DC ഡ്രൈവ്സ്, സിംഗിൾ ക്വാഡ്രന്റ് ചോപ്പർ ഡ്രൈവ്സ്. ഇപ്പോൾ സിംഗിൾ ക്വാഡ്രന്റ്, ഡ്യുവൽ ക്വാഡ്രന്റ്, മൾട്ടി ക്വാഡ്രന്റ് കാര്യങ്ങളൊക്കെ 4 ക്വാഡ്രന്റ് ആണ്. സിംഗിൾ ക്വാഡ്രന്റ്, 2 ക്വാഡ്രന്റ്, 4 ക്വാഡ്രന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ചോപ്പേഴ്സിന്റെ എന്താ പറയാ ഡ്രൈവ്സിനെ പറ്റിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ചോപ്പേഴ്സിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ചോപ്പർ വെച്ചിട്ടുള്ള ഡ്രൈവ്സിന്റെ വർക്കിംഗ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അതേപോലെ തന്നെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് കൺട്രോൾ. എന്താണ് റീജനറേറ്റീവ് ബ്രേക്കിംഗ് കൺട്രോൾ?
അല്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ് റീജനറേറ്റീവ് ബ്രേക്കിംഗ് കൺട്രോൾ എന്ന് പറയുന്നത് അല്ലേ? നമ്മുടെ വെഹിക്കിൾസിലൊക്കെ അല്ലേ? നമ്മൾ കൂടുതലും ഇലക്ട്രിക് വെഹിക്കിൾസിൽ അല്ലേ? എന്താണ് റീജനറേറ്റീവ് ബ്രേക്ക് എന്ന് പറയാം? നമ്മുടെ മോട്ടോഴ്സ് റീജനറേറ്റ് ആകും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. ഇപ്പം നമ്മൾ ഒരു ഡയറക്ഷനിലാണ് ഇത് മൂവ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ബ്രേക്കിങ്ങിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? റിവേഴ്സ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യും അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? വണ്ടി ഇല്ലെങ്കിൽ എന്താണോ, അല്ലെങ്കിൽ മോട്ടോർ എങ്ങനെയാണോ അതിൻ്റെ വർക്കിംഗ് സ്റ്റോപ്പ് ചെയ്യേണ്ടത്, അതിന് വേണ്ടിയിട്ട് അത് അതിൻ്റെ റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ നേരെ വിപരീത ദിശയിൽ തിരിയാൻ തുടങ്ങും അല്ലേ? അപ്പം അങ്ങ് റീജനറേറ്റീവ് ബ്രേക്കിംഗ്, അത് അങ്ങനെ ഉണ്ടാവുന്ന ബ്രേക്കിംഗ് ആണ് റീജനറേറ്റീവ് ബ്രേക്കിംഗ്. ഓക്കെ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ 2 ക്വാഡ്രന്റ് ചോപ്പേഴ്സ് ഡ്രൈവ്, 4 ക്വാഡ്രന്റ് ചോപ്പേഴ്സ് ഡ്രൈവ്, ഇതൊക്കെയാണ് നമ്മൾ മൊഡ്യൂൾ 5 ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ 5 മൊഡ്യൂളിലെ സിലബസിന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു. ഓക്കെ. ഫസ്റ്റ് ബേസിക് ഒന്നും കൂടി ഞാൻ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് പറയാം, നിങ്ങൾക്ക് ബോറടിക്കില്ല എന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ എന്താണ് ഇലക്ട്രോണിക്സ് ബേസിക് ആയിട്ട് പറയുന്നു, പിന്നെ ഓരോരോ ഡ്രൈവേഴ്സിനെ കുറിച്ച് പറയുന്നു, ഫസ്റ്റ് റെക്ടിഫയേഴ്സിനെ പറയുന്നു, സെക്കൻഡ് മൊഡ്യൂളിൽ, തേർഡ് മൊഡ്യൂളിൽ ഇൻവെർട്ടേഴ്സിനെ കുറിച്ച് പറയുന്നു, ഫോർത്ത് മൊഡ്യൂളിൽ ചോപ്പേഴ്സിനെ കുറിച്ച് പറയുന്നു, ഫിഫ്ത്ത് മൊഡ്യൂളിൽ ഇതെല്ലാം വെച്ചിട്ടുള്ള ഡ്രൈവ്സ്, ഇലക്ട്രിക് ഡ്രൈവ്സിലും മറ്റതിലൊക്കെ നമ്മൾ ഈ ഇലക്ട്രോണിക്സ് ഈ എന്താ പറയുക എക്യുപ്മെന്റുകൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഫിഫ്ത്ത് മൊഡ്യൂളിൽ പറയും. ഓക്കെ. അപ്പോൾ നമ്മൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ ബേസിക് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലെ ഇൻട്രൊഡക്ഷനിൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ. ഓക്കെ അല്ലേ എല്ലാവരും? സോ നോക്കൂ, ഇതിൻ്റെ അവസാനം ഒരു മൊഡ്യൂൾ 5 ഒരു പോയിന്റ് കൂടി ഉണ്ട്. നമ്മൾ എന്താ പറയുക, ഡി സി ഡ്രൈവ്സ് അല്ലേ, ഇലക്ട്രിക് ഡ്രൈവ്സിന്റെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ് പറഞ്ഞു. ഒരു പോയിന്റ് കൂടി മറന്നുപോയി, സോറി. ഡി സി ഡ്രൈവ്സ് കഴിഞ്ഞാൽ അതേപോലെ തന്നെ എ സി ഡ്രൈവ്സും ഉണ്ട്. ഓക്കെ. ഡി സി ഡ്രൈവ്സ് കഴിഞ്ഞാൽ അതേപോലെ തന്നെ നമുക്ക് എ സി ഡ്രൈവ്സ്, 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ, സ്പീഡ് കൺട്രോൾ അല്ലേ? എല്ലാ മോട്ടോഴ്സിന്റെയും പ്രധാന പ്രശ്നമാണ് എന്ത്? സ്പീഡ് കൺട്രോൾ. അപ്പൊ അതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് പവർ ഇലക്ട്രോണിക്സ് ഡ്രൈവ്സ്. ഓക്കെ. ഇപ്പൊ ഡി സി ഡ്രൈവ്സിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, അതേപോലെ തന്നെ എ സി ഡ്രൈവ്സിൽ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിന്റെ സ്പീഡ് കൺട്രോൾ. അപ്പൊ നമ്മളത് വ്യത്യസ്ത രീതിയിൽ നിങ്ങൾ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിന്റെ സബ്ജക്റ്റിൽ അല്ലേ, 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ, സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ ഒക്കെ പഠിക്കില്ലേ? അതിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ടല്ലോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പീഡ് കൺട്രോൾസ് അല്ലേ? അപ്പൊ അത് ഈ ഡ്രൈവ്സ് ഉപയോഗിച്ച്, നമ്മൾ ഇലക്ട്രോണിക് ഡ്രൈവ്സ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെയൊക്കെയാണ് അത് കൺട്രോൾ ചെയ്യുന്നതിനെ കുറിച്ച് എ സി ഡ്രൈവ്സ്, ഡി സി ഡ്രൈവ്സിൽ പറഞ്ഞ പോലെ തന്നെ എ സി ഡ്രൈവ്സിലും നമ്മൾ പറയുന്നു. സ്റ്റാർട്ടർ വോൾട്ടേജ് കൺട്രോൾ, സ്റ്റാർട്ടർ ഫ്രീക്വൻസി കൺട്രോൾ, സ്റ്റാർട്ടർ വോൾട്ടേജ് ആൻഡ് ഫ്രീക്വൻസി കൺട്രോൾ അല്ലേ? ഇതാണ് പ്രധാനമായിട്ടും നമ്മൾ സ്പീഡ് കൺട്രോളിൽ ഉപയോഗിക്കുന്ന ടെക്നിക്കുകൾ. അത് നമ്മുടെ ഇലക്ട്രോണിക് ഡ്രൈവ്സ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് ഈ എ സി ഡ്രൈവ്സിൽ വരുന്നത്. അപ്പോൾ 5th ചാപ്റ്ററിൽ എന്താണ് പറഞ്ഞത്? നമ്മൾ ഒന്നുകൂടി പറയാണ്, ഇലക്ട്രിക് ഡ്രൈവ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. അതിന്റെ ബേസിക് ഇൻട്രൊഡക്ഷൻ, അതിന്റെ ബ്ലോക്ക് ഡയഗ്രം കാര്യങ്ങൾ ആദ്യത്തെ ടോപ്പിക് പറയുന്നു. പിന്നെ ഡി സി ഡ്രൈവ്സ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിന്റെ കാര്യങ്ങൾ പറയുന്നു. പിന്നെ അത് കഴിഞ്ഞാൽ എ സി ഡ്രൈവ്സ്, അതിന്റെ കാര്യങ്ങൾ, അതിന്റെ സ്പീഡ് കൺട്രോൾ, എങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെയാണ് 5th മൊഡ്യൂളിൽ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ ടോപ്പിക്കും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുക്കും, ഒന്നും പഠിക്കാനില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളതെന്നാണ് ബേസിക്കായിട്ട് പറഞ്ഞത് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇത്രയാണ് മൊഡ്യൂളിന്റെ കാര്യങ്ങൾ. ഓക്കെ. ഇനി ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷൻസ്. യെസ്, ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞു. പവർ ഇലക്ട്രോണിക്സ് ഒരു വാസ്റ്റ് സിലബസ് ആണ്, അതുപോലെ തന്നെ വാസ്റ്റ് യൂസേജ് ആണ് പവർ ഇലക്ട്രോണിക്സിന്റെ. നമുക്ക് പവർ ഇലക്ട്രോണിക്സ് ഡിവൈസുകൾ ഉപയോഗിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഉപയോഗിക്കാത്ത ഏരിയകൾ വളരെ കുറവാണ്. നമ്മുടെ എല്ലാ വീട്ടിലുള്ള ചെറിയ ചെറിയ എക്യുപ്മെന്റുകളിൽ മുഴുവൻ പവർ ഇലക്ട്രോണിക്സ് ഉപയോഗിക്കുന്നുണ്ട്. പോരാത്തതിന് ഹെവി എക്യുപ്മെന്റുകളിൽ, വലിയ വലിയ എക്യുപ്മെന്റുകൾ, നമുക്കറിയാം വലിയ പവർ സിസ്റ്റം, നിങ്ങൾക്കറിയാം നമ്മൾ അതിന്റെ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ സംസാരിക്കാൻ പറ്റി. ഓക്കെ. എന്നാലും ബേസിക് ആയിട്ട് പറയാം, പവർ സിസ്റ്റം നമുക്കറിയാം എങ്ങനെയാണ് കറണ്ട് ജനറേറ്റ് ചെയ്യുന്നത്. ആ ജനറേറ്റ് ചെയ്ത കറണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നു, ട്രാൻസ്മിറ്റ് ചെയ്യുന്നു അല്ലേ, സബ്സ്റ്റേഷനിൽ എത്തുന്നു, പിന്നെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നു അല്ലേ, ഡിസ്ട്രിബ്യൂഷൻ, പല പല ഡിസ്ട്രിബ്യൂഷൻ ഏരിയകളിലേക്ക് കൊടുക്കുന്നു, ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൽ എത്തുന്നു അല്ലേ, ഡെൽറ്റ സ്റ്റാർ ആയിട്ട്, അതൊരു ന്യൂട്രൽ സിസ്റ്റം കൂടിയായിട്ട് 3 ഫേസ് പവർ സിസ്റ്റം ആയിട്ട് എന്ത് ചെയ്യുന്നു, അത് കൺസ്യൂമറിലേക്ക് എത്തുന്നു അല്ലേ. അപ്പൊ ഇതൊക്കെ ഹ്യൂജ് മെഷീനറികളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, വലിയ വലിയ മെഷീനറികളാണ് ഉപയോഗിക്കുന്നത് അല്ലെ, മെഷീൻസ് ആണ് ഉപയോഗിക്കുന്നത്.
ട്രാൻസ്ഫോമേഴ്സ് ഉപയോഗിക്കുന്നു, ആൾട്ടർനേറ്റേഴ്സ് ഉപയോഗിക്കുന്നു, അല്ലേ? അതേപോലെ തന്നെ ഒരുപാട് സർക്യൂട്ട് ബ്രേക്കേഴ്സ് ഉപയോഗിക്കുന്നു, അല്ലേ? കൺട്രോളിംഗ് സിസ്റ്റംസ് ഒക്കെ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് വേണം? ഇലക്ട്രോണിക്സ് ഡ്രൈവ്സ് വേണം. എന്നാലേ ഇതിനൊക്കെ ബേസിക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്തരം ഏരിയകളിലെല്ലാം എന്തുണ്ട്? പവർ ഇലക്ട്രോണിക്സിന്റെ ആപ്ലിക്കേഷൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 5 മൊഡ്യൂളുകൾ പഠിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ പവർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഈ മൊത്തം ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായി? പവർ ഇലക്ട്രോണിക്സിന്റെ ഏതെല്ലാം ആപ്ലിക്കേഷൻസിലാണ് ഇത് ഉപയോഗിക്കുക എന്നതിനെ പറ്റി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ധാരണ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷനാണ് നമ്മൾ പറയുന്നത്. അതിന് ഏതൊക്കെ സ്കില്ല്, നിങ്ങൾ ഓരോ മൊഡ്യൂൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ സ്കില്ലുകളാണ് അതിന് ലഭിക്കുക, അത് എവിടേക്കാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ബോക്സിൽ നമ്മൾ പറയുന്നത്. ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ പറഞ്ഞു പവർ ഇലക്ട്രോണിക്സിന്റെ ബേസിക്സ് ആണ്. ഇതിന്റെ സ്വിച്ചിങ് മൊഡ്യൂൾ, അതായത് പവർ ഡയോഡ് പോലുള്ള ചെറിയ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ അതിൽ പറയുന്നത്. പിന്നെ SCRനെ കുറിച്ച് പറയുന്നു, IGBT, MOSFET പോലുള്ള കാര്യങ്ങളെ പറ്റി. നോക്കൂ, ഫസ്റ്റ് മൊഡ്യൂൾ പവർ സെമി കണ്ടക്ടേഴ്സ് ഡിവൈസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ പറയാമെന്ന് പറഞ്ഞു, ബേസിക് കാര്യങ്ങളൊക്കെ. അപ്പൊ എന്താണ്, എന്തൊക്കെ സ്കില്ല് നിങ്ങൾക്ക് അവിടുന്ന് കിട്ടി? ഫസ്റ്റ് സ്കില്ല് നോക്കൂ, എബിലിറ്റി ടു സെലക്ട് ദ കറക്റ്റ് പവർ ഡിവൈസ് ടു റെക്കോർഡ് വോൾട്ടേജ് ആൻഡ് കറന്റ്, അല്ലേ? അതായത് ഡിഫറെന്റ് വോൾട്ടേജ്, ഡിഫറെന്റ് കറന്റ് റേറ്റിംഗിൽ നമ്മൾ ഡിഫറെന്റ് എക്യുപ്മെന്റുകൾ ഉപയോഗിക്കാം, അല്ലേ? ഒരേ സാധനം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പവർ ഇലക്ട്രോണിക്സിൽ ഈ പവർ എക്യുപ്മെന്റുകളൊക്കെ പവർ കൂടുതലുള്ള, അപ്പൊ പേര് തന്നെ ഉണ്ട് കൂടുതൽ വോൾട്ടേജ് റേറ്റിംഗ്, കൂടുതൽ കറന്റ് റേറ്റിംഗ് കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അത് ഫസ്റ്റ് മൊഡ്യൂൾ പഠിക്കുന്നതോടെ നമുക്ക് എന്ത് കിട്ടണം? എബിലിറ്റി ടു കറക്റ്റ് പവർ ഡിവൈസ് ഫോർ റെക്കോർഡ് വോൾട്ടേജ്, അല്ലേ? ഏത് പവർ റേറ്റിംഗിൽ ഏത് മൊഡ്യൂൾ ഉപയോഗിക്കണം എന്നുള്ള ധാരണ ഫസ്റ്റ് മൊഡ്യൂൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടണം. ഓക്കെ, രണ്ടാമത്തത് അനലൈസ് സ്വിച്ചിങ് ലോസ് ആൻഡ് കണ്ടക്ഷൻ ലോസ്. എന്തൊക്കെയാണ് സ്വിച്ചിങ് ലോസ് ആൻഡ് കണ്ടക്ഷൻ ലോസ്? അതായത് ഈ പവർ ഡിവൈസുകൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുന്ന വ്യത്യസ്ത രീതിയിലുള്ള ലോസുകൾ, അല്ലേ? ഞാൻ പറഞ്ഞു, ഓരോരോ ഡിവൈസുകൾ ഓരോരോ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. എല്ലാത്തിനും അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. അപ്പോൾ സ്വിച്ച് ചെയ്യുമ്പോൾ എന്തെല്ലാം ലോസുകൾ ഉണ്ടാവുന്നത്, കണ്ടക്ഷൻ സ്റ്റേജിൽ ഉണ്ടാകുമ്പോൾ എന്തൊക്കെ ലോസുകൾ ഉണ്ടാവും, അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കും ഫസ്റ്റ് മൊഡ്യൂൾ വഴി. ഓക്കെ, നമുക്ക് നോക്കാം പഠിക്കുക എന്നുള്ളത്, അല്ലേ? ദെൻ ഇവാലുവേഷൻ SCSAGA ഡിവൈസസ് നമ്മൾ പറഞ്ഞു, അല്ലേ? സിലിക്കൺ കാർബൈഡ്, ഗാലിയം നൈട്രൈഡ് പോലെയുള്ള ഡിവൈസുകളെ കുറിച്ച് നമ്മൾ പഠിക്കുമെന്ന് പറഞ്ഞു, അല്ലേ? യെസ്, അപ്പം അതിനെക്കുറിച്ചുള്ള ധാരണ നിങ്ങൾക്ക് ഫസ്റ്റ് മൊഡ്യൂൾ കഴിയുമ്പോൾ കിട്ടും. ഡിസൈൻ, പ്രൊട്ടക്ട് ആൻഡ് സേഫ് ഗേറ്റ് ഡ്രൈവ് സർക്യൂട്ട്സ്. അതായത് ബേസിക് ആയിട്ട് എങ്ങനെയാണ് ഗേറ്റ് സർക്യൂട്ട് ഡിസൈൻ ചെയ്യുക, അല്ലെങ്കിൽ ഗേറ്റ് സർക്യൂട്ടിൽ എന്തൊക്കെയാണ് വേണ്ടത്, എന്താണ് ഗേറ്റ് സർക്യൂട്ടുകൾ, അല്ലെങ്കിൽ എന്താണ് എന്നൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അതിന് മനസ്സിലാവും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഫസ്റ്റ് മൊഡ്യൂൾ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവണം, അല്ലെങ്കിൽ നമുക്ക് കഴിയണം, അല്ലെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കാൻ നമുക്ക് കഴിയണം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് കഴിയും, അത് നമ്മൾ ആക്കിയെടുക്കും, ഒന്നും പഠിക്കല്ല. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് മൊഡ്യൂൾ കഴിയുമ്പോൾ നമ്മൾ ഇത്തരം ഉപയോഗങ്ങൾ, നമ്മൾ വ്യത്യസ്ത കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, ഡിഫറെന്റ് എന്താ പറയുക മൊഡ്യൂളുകൾ കാര്യങ്ങൾ, ഡിഫറെന്റ് ഡിവൈസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിന്റെ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് എവിടെയൊക്കെ ഉണ്ടാവും എന്ന് നമുക്ക് മനസ്സിലാവും. ഏത് ഫസ്റ്റ് മൊഡ്യൂൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് EV ചാർജ് നോക്കൂ, നമ്മളെ കാറ് സ്കൂട്ടർ ഒക്കെ ചാർജ് ചെയ്യുന്നു, അല്ലെ? EV ചാർജിങ് ഏരിയയിൽ ഏതൊക്കെ ഡിവൈസുകളാണ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ IGBT, SI സിലിക്കൺ കാർബൈഡ് പോലെയുള്ള മെറ്റീരിയലുകളെ കുറിച്ച് നമ്മൾ പഠിക്കും. IGBT എന്ന് പറയുന്നത് എന്താണ്? ഒരു പവർ ഇലക്ട്രോണിക്സ് ഡിവൈസ് ആണ്. അതേപോലെ സിലിക്കൺ കാർബൈഡ് നമുക്ക് എവിടെയാണ് ഉപയോഗിക്കുന്നത്? EV ചാർജിങ് ഏരിയയിൽ. അതേപോലെ സോളാർ ഇൻവേർട്ടേഴ്സിൽ SMPS പവർ സ്റ്റേജസ്, SMPS അല്ലേ? നമ്മളുടെ ബാറ്ററി ചാർജിങ് സിസ്റ്റത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന SMPS, അല്ലേ? അതിൽ നമ്മൾ ഈ എക്യുപ്മെന്റുകൾ ഉപയോഗിക്കുന്നു. നമ്മൾ പഠിച്ചു ട്രാക്ഷൻ ഡ്രൈവ്സ്, അല്ലേ? നമ്മുടെ റെയിൽവേ ട്രാക്ഷന് വേണ്ടിയിട്ട്, ഇലക്ട്രിക് ട്രാക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു പഠിച്ചു, അല്ലേ? അടുത്തത് HV മോട്ടോഴ്സ് കൺട്രോൾ പാനൽസ്, ഹൈ വോൾട്ടേജ് HV മോട്ടോഴ്സ്, അല്ലേ? ഹൈ വോൾട്ടേജ് മോട്ടോറുകൾ, അതേപോലെ തന്നെ HVDC, ഹൈ വോൾട്ടേജ് ഡയറക്ട് കറണ്ട്, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിൽ ഏതൊക്കെ എക്യുപ്മെന്റുകൾ ഉപയോഗിക്കുന്നു, നമ്മുടെ ബേസിക് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അല്ലെങ്കിൽ ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ പഠിക്കുമ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മൾ
ഈ പറഞ്ഞ മൊഡ്യൂളുകൾ ഉപയോഗിക്കുക എന്നുള്ളത് നമ്മൾ പഠിക്കും. അവസാനം UPS ആൻഡ് എനർജി സ്റ്റോറേജ് സിസ്റ്റം. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിൽ ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ. സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? HVDC, ഹൈ വോൾട്ടേജ് ഡയറക്റ്റ് കറന്റ് കൺവേർട്ടേഴ്സ് എവിടേക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? സെക്കൻഡ്, ബാറ്ററി ചാർജേഴ്സ് അല്ലേ? നമ്മൾ EVയിലും ഇതിലും എല്ലാത്തിലുള്ള ബാറ്ററി ചാർജേഴ്സ്, നമ്മൾ ഒരുപാട് ബാറ്ററി ചാർജേഴ്സ് ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ സ്കൂട്ടറിലായാലും കാറിലായാലും ഇതൊക്കെ. അപ്പോൾ അതിലൊക്കെ എന്ത് ചെയ്യുന്നത്? സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ എന്താ പറയുക, റെക്ടിഫയേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പോൾ അത് എവിടേക്കാണ് ഉപയോഗിക്കുന്നത് നമുക്ക് മനസ്സിലാവും. ബാറ്ററി ചാർജേഴ്സിൽ ഇലക്ട്രോപ്ലേറ്റിംഗ് അല്ലേ? കപ്പാസിറ്റൻസിൻ്റെ പോലെയുള്ള ഇലക്ട്രോപ്ലേറ്റിംഗ്, ഒരു പ്ലേറ്റിന് ഒരു മെറ്റലിൻ്റെ മുകളിൽ മെറ്റൽ പ്ലേറ്റ് ചെയ്യുന്ന സിസ്റ്റം ഇലക്ട്രോപ്ലേറ്റിംഗ് അല്ലേ? അതേപോലെ വെൽഡിംഗ് സപ്ലൈസ്, നമ്മൾ വെൽഡിംഗ് ഇല്ലേ, പല ടൈപ്പ് വെൽഡിംഗ് ഉണ്ട്, ആർക്ക് വെൽഡിംഗ് ഉണ്ട്, മിഗ് വെൽഡിംഗ് ഉണ്ട് അല്ലേ? അപ്പോൾ ഇത്തരം മെഷീനറികളിൽ ഉപയോഗിക്കുന്ന ഡിവൈസ് ആയിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ DC മോട്ടോർ ടൈപ്സിൽ പവർ സപ്ലൈസ് ഫ്രം ടെലകോം സിസ്റ്റം, നമ്മൾ ടെലകോം സിസ്റ്റം എന്താണ്, നമ്മൾ മൊബൈൽ ഇതൊക്കെ ഉപയോഗിക്കില്ലേ, നമ്മൾ കോൾ ചെയ്യാനൊക്കെ ഉപയോഗിക്കില്ല. അപ്പോൾ അതിൻ്റെ ടവറും അതിന് ഒരുപാട് കൺട്രോളിങ് സിസ്റ്റംസ് ഉണ്ട്, ടവർ ഉണ്ട്, അതിന് സിഗ്നൽസ് കൺട്രോൾ ചെയ്യാൻ ഒരുപാട് എക്യുപ്മെന്റ് കാര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന റെക്ടിഫയേഴ്സിനെ കുറിച്ച് നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ കഴിയുമ്പോൾ പഠിക്കും. അപ്പോൾ അതിൻ്റെ സ്കില്ല് നോക്കാം. ഹാൻഡ് ഓൺ സ്കിൽ ടു കാൽക്കുലേറ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ്. നമ്മൾ റെക്ടിഫയേഴ്സിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പഠിക്കും. അതിൻ്റെ റിപ്പിൾ അതേപോലെ ഔട്ട്പുട്ട് വോൾട്ടേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിക്കും. അതുപോലെ എബിലിറ്റി ടു മോഡൽ റെക്ടിഫയർ ബിഹേവിയർ വിത്ത് ഫയറിംഗ് ആംഗിൾ കൺട്രോൾ അല്ലേ? ഓരോ റെക്ടിഫയറിന് ഇല്ലെങ്കിൽ അത് വർക്ക് ചെയ്തില്ലെങ്കിൽ ഓരോ ഫയറിംഗ് ആംഗിൾ ഉണ്ട്. അപ്പോൾ അത് എന്താ പറയുക, ഓരോ മോഡൽ റെക്ടിഫയറിന് എവിടേക്കാണ് ഫയറിംഗ് ആംഗിൾ, എത്രയ്ക്കാണ് അതിൻ്റെ വാല്യൂസ് എന്ന് നമുക്ക് മനസ്സിലാവും. അടുത്തത് അണ്ടർസ്റ്റാൻഡ് കമ്മ്യൂട്ടേഷൻ ആൻഡ് സോഴ്സ് ബിഹേവിയർ അല്ലേ? എന്താണ് കമ്മ്യൂട്ടേഷൻ, എങ്ങനെയാണ് കമ്മ്യൂട്ടേറ്റ് ചെയ്യുക, എന്തൊക്കെയാണ് അതിൻ്റെ കമ്മ്യൂട്ടേഷൻ ആൻഡ് സോഴ്സിൻ്റെ ബിഹേവിയേഴ്സ് ഒക്കെ എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും അല്ലേ? ദെൻ സ്കിൽ ടു ചൂസ് റെക്ടിഫയേഴ്സ് ഫോർ ഇൻഡിവിജ്വൽ കൺവേർട്ടേഴ്സിന്, ഏതെല്ലാം റെക്ടിഫയേഴ്സ് ആണ് ഓരോ ഇൻഡിവിജ്വൽ കൺവേർട്ടേഴ്സിന് ഉപയോഗിക്കുക എന്നുള്ളത് മനസ്സിലാവും. അതാണ് സെക്കൻഡ് ചാപ്റ്ററിൽ എന്താണ് പഠിച്ചു കഴിഞ്ഞാൽ, കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും സ്കില്ലുകൾ നമുക്ക് കിട്ടണം. ഓക്കെ. ദെൻ മൊഡ്യൂൾ 3 AC വോൾട്ടേജ് കൺട്രോൾ അല്ലേ? AC വോൾട്ടേജ് കൺട്രോളേഴ്സ് നമ്മൾ പറഞ്ഞു, ഇൻവേർട്ടേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലേ? ക്യാൻ ഡിസൈൻ ആൻഡ് അനലൈസ് ഇൻവേർട്ട് സർക്യൂട്ട്. പല ടൈപ്പ് ഇൻവേർട്ടർ സർക്യൂട്ട്സ് ഉണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പഠിക്കും. പിന്നെ കമ്പ്യൂട്ട് THD ഹാർമോണിക്സ് റിഡക്ഷൻ മെത്തേഡിനെ കുറിച്ച് നമ്മൾ പഠിക്കും. THD ഹാർമോൺ റിഡക്ഷൻ സിസ്റ്റത്തിനെ കുറിച്ച് നമുക്കൊരു ധാരണ എന്താണ് തേർഡ് മൊഡ്യൂൾ കഴിയുമ്പോൾ നമുക്ക് കിട്ടണം. ഇംപ്ലിമെന്റ് പൾസ് വിഡ്ത്ത് മോഡുലേഷൻ ഫോർ വോൾട്ടേജ് കൺട്രോളിലുള്ള പൾസ് വിഡ്ത്ത് മോഡുലേഷനെ കുറിച്ചിട്ട് നമ്മൾ ഈ ഇൻവേർട്ടേഴ്സിൻ്റെ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അണ്ടർസ്റ്റാൻഡ് CSA ആൻഡ് VSA സെലക്ഷൻസ്, ഓരോ പിന്നെ മൊഡ്യൂൾസിൻ്റെ സെലക്ഷൻ ക്യാരക്ടറിസ്റ്റിക്സിനൊക്കെ കുറിച്ച് നമുക്ക് ധാരണ ഉണ്ടാവും ഇത് മൊഡ്യൂളിൽ 3 പറയുമ്പോൾ. അപ്പോൾ ഇത് ഏതൊക്കെ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷനിൽ അത് പ്രധാനം ഉപയോഗിക്കുന്നു? നമ്മൾ സോളാർ പാനലുകളിൽ ഉപയോഗിക്കുന്നു, UPS സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നു, ഇൻഡസ്ട്രിയൽ ഹീറ്റിംഗ് പർപ്പസിന് അല്ലേ? നമ്മുടെ ഇൻഡസ്ട്രിയൽ UPS ഡ്രൈവ്സിൽ, പിന്നെ ഗ്രിഡ് ടൈഡ് ഇൻവേർട്ടേഴ്സിൽ, HV ട്രാക്ഷൻ ഇൻവേർട്ടേഴ്സിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, റെക്ടിഫയേഴ്സ് ഉപയോഗിക്കുന്നുള്ളത് നമ്മൾ തേർഡ് മൊഡ്യൂൾ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ. ദെൻ മൊഡ്യൂൾ 4 DC to DC കൺവേർട്ടർ ചോപ്പേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാവുക. എബിലിറ്റി ടു ഡിസൈഡ് DC to DC പവർ സ്റ്റേജ് ഡിസൈൻ ചെയ്യാൻ നമ്മൾ പഠിക്കും. ദെൻ പെർഫോം ഇൻഡക്ഷൻ ആൻഡ് കപ്പാസിറ്റർ സൈസിങ് അല്ലേ? കപ്പാസിറ്ററിൽ DC ചാർജ് സ്റ്റോർ ചെയ്യും അല്ലേ? അപ്പോൾ അതിൻ്റെ ഡിസൈൻ, അതിൻ്റെ സൈസിങ്, എത്ര സൈസിൽ എത്ര കപ്പാസിറ്റൻസ് വാല്യൂ കിട്ടും എന്നുള്ളത് നമ്മൾ പഠിക്കും. മോഡൽ ഡൈനാമിക് ബിഹേവിയർ ഓഫ് ദ കൺവേർട്ടേഴ്സിൻ്റെ ഡൈനാമിക് ബിഹേവിയറിനെ പറ്റി നമ്മൾ പഠിക്കും. ഡിഫറെൻറ്റ് ബിഹേവിയേഴ്സ് ഉണ്ട് ഓരോ പിന്നെ കൺവേർട്ടേഴ്സിന് അല്ലേ? സോ സെലക്ട് MOSFET IGBT ഫോർ സ്വിച്ചിങ് ആപ്ലിക്കേഷൻ. ഇതിൽ DC to DC കൺവേർട്ടേഴ്സിൽ നമ്മൾ ഒരുപാട് എക്യുപ്മെൻറ്റുകൾ പഠിക്കുന്നുണ്ട്. അതൊക്കെ കമ്പൈൻ ചെയ്തിട്ടാണ് ഇത്തരം കൺവേർട്ടേഴ്സൊക്കെ DC to DC കൺവേർട്ടേഴ്സ്, AC to AC കൺവേർട്ടേഴ്സിലൊക്കെ ഒരുപാട് ഇതേപോലുള്ള പവർ ഇലക്ട്രോണിക്സ് ഡിവൈസുകളാണ് ഉപയോഗിക്കുക. അപ്പോൾ അത് ഏതൊക്കെ രീതിയിലാണ്, എങ്ങനെയൊക്കെ സെലക്ട് ചെയ്ത് ഉപയോഗിക്കുക എന്നുള്ളത് നമ്മൾ പഠിക്കും. ഓക്കെ. അപ്പോൾ DC to DC കൺവേർട്ടേഴ്സ് ഏതൊക്കെ ഏരിയയിലുള്ളത് നോക്കൂ. ഇലക്ട്രിക് വെഹിക്കിൾ ബാറ്ററി ചാർജറിൽ DC to DC എന്ത് ചെയ്യുക, ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ? അപ്പോൾ നമുക്ക് എന്താ പറയുക, കാറിലും ബൈക്കിലും
ഫോണിലൊക്കെ നമുക്ക് പെട്ടെന്ന് ചാർജ് ചെയ്യാനുള്ള ക്വിക്ക് ചാർജിങ് സിസ്റ്റം ഒക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ ക്വിക്ക് ചാർജിനാണെങ്കിൽ അതിൻ്റെ വോൾട്ടേജ് റേറ്റിംഗ് കൂടണം, അതിൻ്റെ കാര്യങ്ങൾ ആംബിയർ റേറ്റിംഗ് കൂടണമൊക്കെ ഉണ്ട്. അപ്പോൾ ബൂസ്റ്റ് ചെയ്യണം, DC to DC ബൂസ്റ്റ് ചെയ്യണം. അപ്പോൾ അത് DC to ബൂസ്റ്റ് ചെയ്ത് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിക്കണം. നമ്മൾ പറഞ്ഞു മൊബൈൽ ചാർജറിൽ, ലാപ്ടോപ്പിൽ, LED ലൈറ്റിൽ, റോബോട്ടിക് DC ഡ്രൈവ്, റോബോട്ടിക്സ് നമ്മളുടെ വളരെ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഉള്ള ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റാണ് റോബോട്ടിക്സ് അല്ലേ? റോബോട്ടുകൾ കണ്ടിട്ടുണ്ടോ? ഒരുപാട് റോബോട്ടുകളൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാ വർക്കും അനലൈസ് ചെയ്ത് ചെയ്യുന്ന റോബോട്ടിക്സ്. അത്തരം കാര്യങ്ങളിൽ നമ്മൾ എന്തുപയോഗിക്കുന്നത് DC to DC കൺവേർട്ടർ, സ്റ്റോപ്പേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നതിനെ പറ്റി നമ്മൾ പഠിക്കും. പിന്നെ നമ്മൾ എയറോസ്പേസ്, ഡിഫൻസ് സിസ്റ്റത്തിലൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? നമ്മൾ സ്റ്റോപ്പേഴ്സ് ഉപയോഗിക്കും. ഇത് ലാസ്റ്റ് മോഡൽ നമ്മൾ പറഞ്ഞു ഡ്രൈവ്സ് അല്ലേ? ഡ്രൈവ്സ് പഠിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് എന്ത് അറിയണം? എബിലിറ്റി ടു ഡിസൈൻ ആൻഡ് അനലൈസ്. എങ്ങനെയാണ് ഡ്രൈവ്സ് ഡിസൈൻ ചെയ്യുക, എങ്ങനെയാണ് അനലൈസ് ചെയ്യുക, അതിനെപ്പറ്റി നമ്മൾ പഠിക്കും. യെസ്, അണ്ടർസ്റ്റാൻഡിങ് മോട്ടോറിങ്, ബ്രേക്കിംഗ്, റീജനറേറ്റീവ് നമ്മൾ നേരത്തെ പറഞ്ഞു. നമ്മൾ റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്താണ്, എന്തൊക്കെയാണ് ബ്രേക്കിംഗ്, എന്താണ് മോട്ടറിങ്, കാര്യങ്ങളൊക്കെ നമ്മൾ മൊഡ്യൂൾ 5 നമുക്ക് പഠിക്കും. ഓക്കെ, സ്യൂട്ടബിൾ കൺവേർട്ടേഴ്സ്, DC to AC ഡ്രൈവ്സ്, സെലക്ട് സ്യൂട്ടബിൾ കൺവേർട്ടർ, എങ്ങനെ ഏതൊക്കെ ഫംഗ്ഷൻ ഏതൊക്കെ ഡ്രൈവ്സ് ആണ് ഉപയോഗിക്കേണ്ടതെന്ന് നമ്മൾ ബേസിക് ആയിട്ട്. ദെൻ മോഡൽ, ഡ്രൈവ്, ടോർക്ക്, സ്പീഡ്, ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഓരോ ഡ്രൈവ്സിനും ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും. അതിൻ്റെ സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും 5th ചാപ്റ്ററിൽ. ബേസിക്കലി ഡ്രൈവ്സിനെ കുറിച്ചാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ അതിൽ ടോർക്ക്, സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സ്, വോൾട്ടേജ് കറന്റ് ക്യാരക്ടറിസ്റ്റിക്സ്, അതേപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ബേസിക് മോട്ടോഴ്സിൽ പഠിക്കുന്നതാണ്. അതേപോലെ തന്നെ ഡ്രൈവ്സിലും നമ്മൾ പഠിക്കും. അപ്പോൾ ഇതിൻ്റെ അപ്ലിക്കേഷൻസ് നമ്മൾ നോക്കാം. നമുക്ക് പെട്ടെന്ന് ഒരുപാട് ലാഗ് ചെയ്യിക്കേണ്ട നിങ്ങളെ. ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ അപ്ലിക്കേഷൻ, ഇൻഡസ്ട്രിയൽ കൺവെയർ ട്രാക്ഷൻ ഡ്രൈവ്സിന് നമ്മൾ ഉപയോഗിക്കുന്നു. എന്താണ് ഡ്രൈവ്സ്? CNC മെഷീൻ അറിയില്ല നിങ്ങൾക്ക്? നമ്മുടെ ഡോർസ് അതേപോലെ തന്നെ മെറ്റൽ എല്ലാം CNC മെഷീനിൽ പ്രോഗ്രാം ചെയ്തിട്ട് കട്ട് ചെയ്ത് ബെൻഡ് ചെയ്ത് റോൾ ചെയ്ത് നമുക്ക് ഏത് ഡിസൈനിലാണ് വരിക അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെഷീനാണ് CNC മെഷീൻ. ഓക്കെ, പിന്നെ ഇലക്ട്രിക് വെഹിക്കിൾ നമ്മൾ ഉപയോഗിക്കുന്നത് എലിവേറ്റേഴ്സ്, ഹോയിസ്റ്റ്, പമ്പ്, ഫാൻ, ഡ്രൈവ്സിൽ, സ്റ്റീൽ മിൽസിൽ, ടെക്സ്റ്റൈൽ ഫാക്ടറീസ്. അപ്പോൾ ഇത്രയും സ്ഥലങ്ങളിൽ നമ്മൾ ഡ്രൈവ്സ് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? ഈ നമ്മൾ എല്ലാ ഇൻഡസ്ട്രീസിലും ഉപയോഗിക്കുന്ന മോട്ടോഴ്സ്, ഡ്രൈവ്സ് ഒക്കെയാണ് ഇത്. അപ്പോൾ ഇതിൽ പവർ ഇലക്ട്രോണിക് ഡ്രൈവ്സ് ഉപയോഗിച്ചിട്ട് എങ്ങനെയൊക്കെയാണ് ഇതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ 5th ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഒരു കംപ്ലീറ്റ് സിലബസ്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കംപ്ലീറ്റ് സിലബസ് ഇതാണ്. ഏതൊക്കെ തരത്തിലാണ് ഇത് ഉപയോഗിക്കുക എന്ന് ഞാൻ പറഞ്ഞു. എന്തൊക്കെ സ്കില്ലാണ് നിങ്ങൾക്ക് ഓരോ മൊഡ്യൂൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളത് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇൻട്രൊഡക്ഷനിലുള്ളത്. ഓക്കെ, അപ്പോൾ താങ്ക് യു.